നമസ്കാരം. കടലിലും ആകാശത്തുമായി ഇറാനെ ചുറ്റിയുള്ള സമ്മർദ്ദ വലയം വീണ്ടും മുറുകുകയാണ്. ബോംബുകളും മിസൈലുകളുമല്ല, ഇത്തവണ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, കപ്പൽ ഗതാഗതം, എണ്ണ വിപണി എന്നീ മേഖലകളെ ആയുധമാക്കിയാണ് അമേരിക്ക വീണ്ടും ഇറാനെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും അമേരിക്കയുടെ മുഴുവൻ കണ്ണും അന്താരാഷ്ട്ര ഉപരോധങ്ങളെ മറികടന്ന് എണ്ണയും പെട്രോളിയം ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യുന്നതായി ആരോപിക്കപ്പെടുന്ന ഇറാന്റെ എണ്ണക്കപ്പൽ ശൃംഖലയായ ഷാഡോ ഫ്ലീറ്റ് ആണ്. ഇത് വെറും ഒരു പുതിയ ഉപരോധ പ്രഖ്യാപനമല്ല, മറിച്ച് ഇറാന്റെ സാമ്പത്തിക നാഡിയായ എണ്ണ കയറ്റുമതിയെ ഘട്ടം ഘട്ടമായി വെട്ടിമാറ്റാനുള്ള വർഷങ്ങളായി തുടരുന്ന അമേരിക്കൻ തന്ത്രത്തിന്റെ അടുത്ത അധ്യായമായി നമുക്ക് കരുതാം. അതായത് കപ്പലുകൾ മാത്രമല്ല, അവയ്ക്ക് ഇൻഷുറൻസ് നൽകുന്ന കമ്പനികൾ, മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ, തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട ഏജൻസികൾ, ബാങ്കിംഗ് ഇടപാടുകൾ എന്നിവയെല്ലാം ഒരുമിച്ച് ലക്ഷ്യമിടുന്ന ഈ നീക്കം ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം മാത്രമല്ല, ആഗോള എണ്ണ വിപണിയെയും മിഡിൽ ഈസ്റ്റിലെ നയതന്ത്ര ബന്ധങ്ങളെയും ഒരേ സമയം അസ്ഥിരമാക്കാനുള്ള ശേഷി കൂടിയാണ്. അപ്പൊ അതാന്ന് പറഞ്ഞാൽ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തി എന്ന ആരോപണം മുൻവശത്ത് കാണിച്ചാണ് അമേരിക്ക ഈ നടപടികളെ അങ്ങ് ന്യായീകരിച്ചു കിട്ടുന്നത്. എന്തായാലും മനുഷ്യാവകാശത്തിന്റെ പേരിലാണ് ഉപരോധം എന്ന് അമേരിക്ക പറയുന്നത്. എന്നാൽ ഇറാന്റെ കാഴ്ചപ്പാട് വ്യക്തമാണ്. ഇവിടുത്തെ യഥാർത്ഥ വിഷയം മനുഷ്യാവകാശമല്ല, ഊർജ നിയന്ത്രണവും ആഗോള ശക്തി സമവാക്യങ്ങളുമാണ്. എണ്ണ പോലുള്ള തന്ത്രപ്രധാന വിഭവങ്ങളിൽ സ്വതന്ത്ര നയമെടുക്കുന്ന ഒരു രാജ്യത്തെ സാമ്പത്തികമായി കീഴടക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നും ഇറാൻ തുറന്നടിക്കുന്നുണ്ട്. ഏതായാലും അമേരിക്കൻ ട്രഷറി വകുപ്പിന്റെ പുതിയ നടപടികൾ അനുസരിച്ച് 9 കപ്പലുകളും അവയുടെ ഉടമസ്ഥരോ നിയന്ത്രിതരോ ആയ സ്ഥാപനങ്ങളെയോ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇന്ത്യ, UAE, ഒമാൻ എന്നിവിടങ്ങളിലെ ചില കമ്പനികളും ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. എന്തായാലും കോടിക്കണക്കിന് ഡോളറിൽ ഇറാന്റെ എണ്ണയും പെട്രോളിയം ഉൽപ്പന്നങ്ങളും രഹസ്യമായി വിദേശ വിപണികളിലേക്ക് കടത്തി എന്നാണ് അമേരിക്കയുടെ ആരോപണം. എന്നാൽ ഇറാന്റെ നിലപാട് വ്യത്യസ്തമാണ്. ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കാത്ത ഏകപക്ഷീയമായ ഉപരോധങ്ങളെ മറികടന്ന് സ്വന്തം സാമ്പത്തിക ജീവൻ നിലനിർത്താനുള്ള നിയമപരവും നൈതികവുമായ ശ്രമം മാത്രമാണ് ഇതാണ് എന്നാണ് ഇറാൻ വാദിക്കുന്നത്. അമേരിക്കൻ ട്രഷറി സെക്രട്ടറി പറഞ്ഞതനുസരിച്ച്, അതായത് സ്വന്തം ജനങ്ങളെ അടിച്ചമർത്താൻ ഉപയോഗിക്കുന്ന ഫണ്ടുകളുടെ ഉറവിടങ്ങളെയാണ് ഈ ഉപരോധങ്ങൾ ലക്ഷ്യമിടുന്നു എന്നാണ് അമേരിക്കയുടെ വാദം. എന്നാൽ ഇറാൻ സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ, എണ്ണ വരുമാനം രാജ്യത്തിന്റെ സാമൂഹിക ക്ഷേമത്തിനും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഭീകര ഫണ്ടിംഗ് എന്ന ആരോപണം രാഷ്ട്രീയമായി നിർമ്മിച്ച ഒരു പ്രചരണ ആയുധം മാത്രമാണ് എന്നാണ് ഇറാൻ തറപ്പിച്ചു പറയുന്നത്. ഇന്ത്യ ആസ്ഥാനമായുള്ള ആയത് ഷിപ്പ് മാനേജ്മെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ആവോൺ എന്ന കപ്പൽ 2025 ബംഗ്ലാദേശിലേക്കും പാകിസ്ഥാനിലേക്കും ഇറാനിയൻ LPG എത്തിച്ചതായും അമേരിക്ക ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം വ്യാപാരങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ സാധാരണയായി നടക്കുകയാണ് എന്നും ഒരു രാജ്യത്തിന്റെ ഊർജ കയറ്റുമതി തടയാൻ മൂന്നാം രാജ്യങ്ങളെ നിർബന്ധിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇറാൻ പറയുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ അംഗീകരിക്കാത്ത ഉപരോധങ്ങൾ പാലിക്കണമെന്നും ലോകത്തെ നിർബന്ധിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന വാദവും ഇറാൻ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. ഈ സാമ്പത്തിക യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നത്.